അപ്പോൾ അത് കഴിഞ്ഞു. അന്നത്തെ രാത്രി ബ്രീത്തിങ് ശരിക്കും ഒന്ന് ഉറങ്ങാൻ പറ്റി. ഒരു 2:30-3 മണിയോട് കൂടിയിട്ട് വീണ്ടും ബ്രീത്തിങ് ഇഷ്യൂസ് വന്നു. അപ്പോൾ അവർ രാത്രിയിൽ തന്നെ വീണ്ടും CT എടുത്ത് കൊണ്ടുപോയി. CT എടുത്തപ്പോൾ ആ എടുത്ത അത്രയും തന്നെ വെള്ളം ഉച്ചയ്ക്ക് എടുത്തതിനേക്കാൾ അത്രയും ലെവല് അത് തിരിച്ചു വന്നിരിക്കുന്നു വെള്ളം ലങ്സിലോട്ട്. എന്ന് വെച്ചാൽ ഇപ്പൊ ചെയ്ത പണി പ്രയോജനം ചെയ്തില്ലെന്നർത്ഥം. അതെ, പലപ്പോഴും അങ്ങനെയാണ്. ചികിത്സ കൊണ്ട് ഒരു ഡയഗ്നോസിങ്ങിലെത്തുകയും എന്നിട്ട് അതിനുവേണ്ടി ഇത്തരം വെള്ളം കുത്തിയെടുക്കുക, നീര് കുത്തിയെടുക്കുക, ഇതുപോലത്തെ ആക്ടിവിറ്റി ചെയ്യുകയും ചെയ്യും. അവസാനം ജസ്റ്റ് നെക്സ്റ്റ് ഡേ 24 hours ആകുന്നതിന് മുമ്പ് തന്നെ വീണ്ടും നോക്കുമ്പോൾ ആ കുത്തിയെടുത്തതിൻ്റെ ഒരു ഫലം അവിടെ കാണുന്നില്ല. വീണ്ടും അതേപോലെ തന്നെ അവിടെ ഫ്ലൂയിഡ് ഫില്ലായിട്ടാണ് കാണുന്നത്, അല്ലേ? എന്നിട്ട് എന്ത് ചെയ്തു? അപ്പോൾ അവർ ആ കുത്തിയെടുത്ത വെള്ളത്തിൽ കാണുന്നത് യെല്ലോയിഷ് വെള്ളമാണ് സാധാരണ വെള്ളം വരുമ്പോൾ വേണ്ടത്. അപ്പോൾ അതിൽ ഒരു ബ്രൗണിഷ് ബ്ലഡ് കൂടി കലർന്നാണ് കണ്ടത്. അപ്പോൾ അവർക്കൊരു ഡൗട്ടായി, ഇത് എന്തുകൊണ്ടാണ് അങ്ങനെ ബ്ലഡും കൂടി കലർന്നിട്ടുള്ളത് നോക്കി. അപ്പോൾ അവർ പറഞ്ഞു നമുക്ക്, കാരണം ബ്രീത്തിങ് ഇഷ്യൂസ് ആണ്, നമുക്ക് കിടന്ന ശ്വാസം കിട്ടുന്നില്ല, ഇരുന്നാലും കിട്ടുന്നില്ല, ഓക്സിജൻ വെച്ചിട്ടാണ് നമ്മൾ ശ്വസിക്കുന്നത്. അപ്പോൾ അവർ പറഞ്ഞു നമുക്ക് തൊറോസ്കോപ്പി ചെയ്യാം. അപ്പൊ ഈ തൊറോസ്കോപ്പി എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? അതായത് ലങ്സിന്റെ ഉള്ളിലേക്ക് ഒരു ഹോള് പോലെ ഇട്ടിട്ട് ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ട് സാധാ ഒരു ശരിക്കും ഒരു ദ്വാരം ഉണ്ടാക്കാണ്, അല്ലേ? അതെ അതെ. അപ്പൊ ലങ് ചെസ്റ്റ് ഏരിയയിലാണ് ഉള്ളത്, ബാക്കിൽ അപ്പൊ പുറത്തു കൂടെയാണ് ദ്വാരം ഇടുന്നത്, ദ്വാരം ഇട്ടിട്ടുള്ളത്. അതിലൂടെ വലിയൊരു കുഴല്, വലിയൊരു ട്യൂബാണ്. ആ ട്യൂബ് ഇട്ടിട്ട് സർജറി കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് നമ്മളെ റൂമിലേക്ക് കൊണ്ടുവന്നത്. അപ്പൊ പുറത്തൊരു ട്യൂബും ഉണ്ട്, യൂറിൻ പാസ് ചെയ്യുന്ന പോലത്തെ ഒരു ബാഗും ഉണ്ട് അതിന്റെ കൂടെ. അങ്ങനെ ഒരു 17 days അങ്ങനെ കിടന്നു. എങ്ങനെ ഉണ്ടായിരുന്നു ആ 17 days? 17